ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. റവ വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം നമുക്ക് കണ്ടു നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ 1 കപ്പ് റവ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. റവ ഏതായാലും നടക്കും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് അല്ലാത്ത റവയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ അധികം പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ റവയും തൈരും നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കണം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം ഞാനിത് നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് സിമ്പിളായിട്ടുള്ളൊരു ചട്നി റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സർ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ചട്നി ദാൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇനി വറവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളക് ചെറിയ കഷ്ണാക്കിയിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളെ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇപ്പം അരമണിക്കൂർ ആയിട്ടുണ്ട്. നമുക്ക് നമ്മൾ റവ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പം റവ വെള്ളമൊക്കെ ശരിക്കും അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് കുറച്ച് ലൂസാക്കി എടുക്കാൻ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം ശ്രദ്ധിച്ചിട്ട് വേണം ഒഴിക്കാൻ. മാവ് അധികം ലൂസാവാൻ പാടില്ല. ഇപ്പോൾ അതാ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത്രയും തിക്നെസ്സാണ് നമുക്ക് ആവശ്യം അപ്പം ഉണ്ടാക്കാൻ. ഇനി നമുക്ക് ഈ മാവിലേക്ക് കുറച്ച് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ സവാള ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ ക്യാബേജ് ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അഥവാ ക്യാബേജ് ഇഷ്ടമില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു കട്ടിയാണ് കേട്ടോ മാവിന് വേണ്ടി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഉണ്ണിയപ്പം ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ കുഴിയിലേക്കും മാവ് ഒഴിച്ചു കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ. എന്നാലേ ഇതിൻ്റെ ഉള്ളൊക്കെ ശരിക്കും വെന്ത് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ എല്ലാ കുഴിയിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പത്തിൻ്റെ മുകൾ ഭാഗമൊക്കെ ശരിക്കും നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു സ്പൂണോ കത്തിയോ വെച്ചിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഞാൻ മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ ഓയിൽ നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഇതൊന്ന് തുറന്ന് നോക്കാം. നമുക്ക് വീണ്ടും ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു 2 മിനിറ്റ് മതി. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ ശരിക്കും വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്ക് ആയിട്ടും തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും സജഷൻസും ഒക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യുക.